നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അതിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ വിഷുഫലം 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തൻ്റെ ഉച്ച രാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ സൂര്യൻ തൻ്റെ ഉച്ചരാശി, ഈ മേടൻ രാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ ആ ഉച്ചരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ആ സംക്രമ സമയമുണ്ട്. ആ സംക്രമ സമയത്തിൻ്റെ ലക്ഷണങ്ങൾ, അതായത് ആ സമയത്ത് സംക്രമ പുരുഷന്റെ ലക്ഷണങ്ങളാണ് വിഷുഫലമായിട്ട് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷുഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരമുള്ള വിഷുഫലമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഈ വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് സർവാഭിഷ്ട സിദ്ധി തരുന്ന സമയമാണ്. അതായത് വിഷുഫലം കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണമാണെന്ന്, അതാണ് സത്യം. അപ്പൊ ഇവർക്ക് സർവകാര്യ വിജയങ്ങളും സർവാഭിഷ്ട സിദ്ധികളും ഇവർക്ക് കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതാൻ നിങ്ങൾ മറക്കരുത്. അപ്പൊ ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലമായിട്ട് അവർക്ക് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ പല കാര്യങ്ങളും അവർക്ക് തടസ്സപ്പെട്ട് കിടപ്പുണ്ടാവും. അത് ഈ വിഷുഫലമായിട്ട് അവർക്ക് നേടിയെടുക്കാനും നടപ്പാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത്. വീട് പണി നടക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് വീട് പണി നടക്കാൻ ഈ വിഷു ഫലമായി ഉണ്ടാവുന്നതാണ്. വീട് പണി നടക്കും. അതുപോലെ തന്നെ വിവാഹ കാര്യത്തിന് മുമ്പ് തന്നെ വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് അതും പറ്റിയ സമയമാണ്. ഇനി വീട് പണി തുടങ്ങിക്കഴിഞ്ഞ് പൂർത്തിയായവർക്ക് അവരെ സംബന്ധിച്ചും ഈ ഗ്രഹപ്രവേശനം നടത്താൻ ഒക്കെ പറ്റിയ ഒരു സമയമാണ്. ഈ മേടപ്പത്തൊക്കെ വളരെ നല്ല ദിവസങ്ങളാണ്. അതായത് ഈ 10ാം ദൈവം എന്ന് പറയും മേടപ്പത്തിന്. അപ്പോൾ മേടപ്പത്തിനൊക്കെ ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ ഗ്രഹപ്രവേശനത്തിനൊക്കെ. അപ്പൊ വീട് പണി നടന്നവർക്ക് അവർക്ക് ഗ്രഹപ്രവേശനത്തിന് പറ്റിയ ഒരു സമയവും കൂടിയാണ്. വിവാഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് അത് ആലോചനയായിട്ട് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ വിവാഹം ഉറപ്പിച്ചവർക്ക് അത് വിവാഹം നടക്കാൻ, അതോടൊപ്പം തന്നെ വീട്ടിൽ വിവാഹം പോലെയുള്ള മറ്റ് മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് ഈ അശ്വതി നക്ഷത്രക്കാർക്ക്. വസ്തു ഇടപാടുകൾ നടക്കും. ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ കെട്ടിടം വാങ്ങാനോ അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ വസ്തു സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും. ദീർഘകാലമായി നടക്കാത്ത പല കാര്യങ്ങളും ഇവർക്ക് നടക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇവര് നേരത്തെ ആലോചിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് എന്തെങ്കിലും കാരണത്താൽ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നടത്താൻ പറ്റുന്ന
ആ ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സമയം ഈ വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. വലിയ മാനസികമായ സംതൃപ്തി കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഈ വിഷുഫലമായിട്ട് ഇവരെ സംബന്ധിച്ച്. സമാധാനവും ഐക്യവും കുടുംബത്തിലുണ്ടാവുന്ന സമയം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, ഐശ്വര്യമുണ്ടാകും, സന്തോഷം ഉണ്ടാവും, കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഒത്തുചേരലുണ്ടാവും. എല്ലാം ഈ വിഷുഫലമായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്നതാണ്. പിന്നെ പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവരെ സംബന്ധിച്ചുണ്ടാകും. ഈ സർവാഭിഷ്ട സിദ്ധി എന്ന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഈ സാമ്പത്തികമൊക്കെ വരും. അപ്പൊ സർവാഭിഷ്ട സിദ്ധി പ്രകാരം ഇവർക്ക് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ധനലാഭം ഈ വിഷുഫലമായിട്ട് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാവും. തൊഴിൽ രംഗത്ത് ഇവരെ സംബന്ധിച്ച് നല്ല ഒരു കാലാവസ്ഥയായിരിക്കും. തൊഴിൽപരമായി നല്ല ഒരു ഉയർച്ച കിട്ടുന്ന ഒരു സമയമാണ് ഈ വിഷുഫലമായി ഉണ്ടാകുന്നത്. എതിർപ്പുകളെ അതിജീവിക്കാൻ കഴിയും ഇവരെ സംബന്ധിച്ച്. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ ആ എതിർപ്പുകളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വിഷുഫലമായി ഉണ്ടാവുന്നത്. സാമ്പത്തിക ഭദ്രത ഉണ്ടാവുന്ന സമയമാണ്. സാമ്പത്തികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സാമ്പത്തികമായിട്ട് ധനനേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ സാമ്പത്തികമായ ഒരു ഭദ്രത ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും വിധത്തിൽ മത്സരങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മത്സരങ്ങളിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സമയം. ഇത് കൂടാതെ അശ്വതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അവർക്കും നല്ല ഒരു സമയമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും അല്ലെങ്കിൽ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാനും അതുമല്ലെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിന് പോകാനും ഒക്കെയുള്ള ഒരു നല്ല സമയമാണ് വിഷുഫലമായി ഇവർക്കുണ്ടാവുന്നത്. സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണം കിട്ടുന്നതാണ്. ഈ സൂര്യന്റെ ഈ ഉച്ചരാശി പ്രവേശനം, അതായത് വിഷുഫലം ആയിട്ട്. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി. വിഷു സംക്രമ പുരുഷന്റെ ഷഡ്ഗഫലമായി ഇങ്ങനെ നക്ഷത്രങ്ങളെ ഈ ശൂലം ഷഡ്ഗം എന്ന് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യ ഷഡ്ഗത്തിലാണ് ഈ അശ്വതി നക്ഷത്രം വരുന്നത്. അപ്പൊ ഈ ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവാഭിഷ്ട സിദ്ധി ഉണ്ടാകുന്ന സമയമാണ്. സൂര്യന്റെ ഊർജവും ഐശ്വര്യവും ചേർന്ന് അശ്വതിക്കാർക്ക് ഇരട്ടി മധുരം തരുന്ന വിഷുഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വിഷുഫലം വളരെ നല്ല വിധത്തിൽ സമ്മാനങ്ങൾ കിട്ടുന്ന ഒരു ഫലമാണ്. പല വിധത്തിലുള്ള പാരിതോഷികങ്ങൾ നിങ്ങൾ തേടി വരുന്ന സമയവും കൂടിയാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും, അതായത് ഈ അശ്വതി നക്ഷത്രക്കാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതുകൂടാതെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും എല്ലാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെ ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് 7.5 ശനിയുടെ തുടക്കമാണ്. അവര് മേടക്കൂറിലാണല്ലോ അശ്വതി നക്ഷത്രം വരുന്നത്. 7.5 ശനിയുടെ തുടക്കമാണ്, അത് നമുക്കറിയാം. എന്നാൽ ആ ഫലമല്ല ഇത് വിഷുഫലം. വിഷുഫലം എന്ന് പറയുന്നത് ഈ സംക്രമ പുരുഷന്റെ സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്ന ആ സംക്രമ സമയത്തുള്ള ഫലമാണ്. പഞ്ചാംഗ വിധി പ്രകാരമുള്ള ഫലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്.
അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.